കോന്നി പയ്യനാമൺ ചെങ്കളം പാറമടയിലെ ഓരോ പൊട്ടിത്തെറിയും വിള്ളൽ വീഴ്ത്തുന്നത് നിരവധി ജീവിതങ്ങളിലാണ്. അതമ്പംകുളം വരിക്കാഞ്ഞേലി ഭാഗത്തെ നിരവധി വീടുകളുടെ ഭിത്തികൾ വിണ്ടുകീറിക്കഴിഞ്ഞു. ഭൂമി വിട്ടുപോകാൻ പ്രേരിപ്പിക്കുന്നതാണ് ഈ അനുഭവങ്ങൾ. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഏറെക്കുറെ 3 മണിയോട് കൂടിയായിരുന്നു ചെങ്കളം പാറമടയിലെ അപകടം. ആ സമയത്ത് സിന്ധു ചേച്ചി ഈ അടുക്കള ഭാഗത്താണ് ഉണ്ടായിരുന്നത്. അസ്വാഭാവികമായി ആദ്യ ഘട്ടത്തിൽ തന്നെ ശബ്ദം കേട്ടപ്പോൾ തോന്നിയിരുന്നോ? എന്നും പാറമട വെടി പൊട്ടുമ്പോൾ ഈ ജനലൊക്കെ കിടന്നുകൊണ്ട് പടപടാന്ന് കിടുങ്ങുകയും പാത്രങ്ങളൊക്കെ വീഴുകയും ചെയ്യുന്നത്. അത് അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് കുറേ കഴിഞ്ഞു ഇപ്പോൾ ഈ ഇതിനെ മണ്ടയ്ക്ക് ഇരുന്ന പ്ലേറ്റ് താഴെ വീണു, ഈ ജനലിരുന്ന് കുപ്പിയും എല്ലായിടത്തും ഈ വെളിയിലത്തെ ഷീറ്റ് പടപടോന്ന് കിടന്നുകൊണ്ട് ഭയങ്കര ശക്തമായിട്ട് കിടുങ്ങി. ഞാൻ വിചാരിച്ചത് ഭൂമി കുലുങ്ങുക എന്തോന്നു. ഞാൻ ഇവിടുന്ന് ചാടി പെട്ടെന്ന് ചാടി വെളിയിലിറങ്ങി. നിന്ന് കഴിഞ്ഞപ്പോഴുണ്ട് അനിയൻ വിളിച്ച് പറയുന്നു ഇന്നതുപോലെ ഇവിടെ സംഭവം ഉണ്ടായി, അതാണെന്ന് പറഞ്ഞു. മേപ്പുറത്ത് ദാവീദ് കുട്ടിയുടെ വീടിന്റെ ഭിത്തിയിൽ പലയിടത്തും വിള്ളലുകളുണ്ട്. അപകടമുണ്ടാക്കിയ പാറമടയുടെ മറുഭാഗത്താണ് വീട്. ദൂരം കണക്കാക്കിയാൽ 1/2 കിലോമീറ്റർ വരും. ഷീറ്റിട്ട് കിടക്കട അടിക്കുകയും എല്ലാം ചെയ്യും. അതുപോലെ ഭയങ്കര കുലുക്കമാണ്. ഗ്ലാസ്സൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയ്ക്കും അങ്ങ്. അതുപോലെ ഈ ഭിത്തി എല്ലാം പൊട്ടിക്കേറി. തൊട്ടടുത്ത സ്ഥലങ്ങളും വീടുകളടക്കമുള്ള പ്രദേശങ്ങളും ക്വാറി ഉടമ വാങ്ങി. വിട്ടുപോയേ മതിയാകൂ എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ. ഭീതിപ്പെടുത്തുന്ന ശബ്ദം, സ്ഫോടനം സൃഷ്ടിക്കുന്ന പ്രകമ്പനങ്ങൾ, സ്വപ്നങ്ങൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ വീടുകളും തകരുമോ എന്ന ആശങ്കയുണ്ട്. ദാവീദ് കുട്ടിയുടെ സഹോദരനാണ് സാംകുട്ടി. ഇരു വീടുകളും തമ്മിൽ ചെറിയ അകലം മാത്രമേ ഉള്ളൂ, പരമാവധി 50 മീറ്റർ. എത്ര വർഷമായി ഈ വീട് വെച്ചിട്ട്? ഈ വീട് വെച്ചിട്ട് 5 വർഷം, 6ാമത്തെ വർഷമായതേ ഉള്ളൂ. എൻ്റെ പെരയുടെ ഫൗണ്ടേഷൻ മുതൽ ഭിത്തി കംപ്ലീറ്റ് പൊട്ടി, കതവ് അടയ്ക്കാൻ പറ്റുന്നില്ല. പുതിയ കതവുകൾ ഇട്ടതൊന്നും അടയ്ക്കാൻ പറ്റുന്നില്ല. എല്ലാം ഭിത്തിയെന്ന് എല്ലാം ക്ലാമ്പ് വിട്ടിഞ്ഞ് പോന്നേക്കുവാണ്. വെടി സമയത്ത് ഉച്ച സമയത്ത് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ജനലിൻ്റെ ഗ്ലാസ് വരെ പൊട്ടിയിട്ടുണ്ട്. ബാത്റൂമിൻ്റെ ഗ്ലാസ്സൊക്കെ നോക്കിയാൽ അറിയാം, ഗ്ലാസ് എല്ലാം പൊട്ടിയിരിക്കുകയാണ്. വസ്തുക്കൾ വാങ്ങാൻ പുറത്തുനിന്ന് ആരും വരില്ല. കൊടുത്താൽ വാങ്ങാനാകുന്നത് പാറ ഉടമയ്ക്ക് മാത്രം. വില അവർ നിശ്ചയിക്കും. അതാണ് സ്ഥിതി. ഇനി സമരം ചെയ്താലോ അല്ലെങ്കിൽ എന്ത് എതിരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ആൾക്കാർ ചിലപ്പം നാളെ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടതായിട്ടുള്ള അവരുടെ പേരിലാണ് കേസ് വരുന്നത്. കാരണം വാദി നേരെ പ്രതിയാകും. എന്തായാലും സാധാരണപ്പെട്ടവന് ഇതുകൊണ്ട് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം കാണുക. ഇവരെയൊക്കെ ഈ വീട്ടിൽ താമസിക്കേണ്ടവരുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ 5000 രൂപ നിനക്ക് അന്നേക്കാട് വീട് വിട്ടിട്ട് പോകും. ഇതൊക്കെയാണോ മര്യാദ? ജനിച്ചു വളർന്ന വീടും നാടും ഉപേക്ഷിച്ചു പോവുക എന്നത് ചിന്തിക്കാനാകുന്നതിലും അപ്പുറമാണ്. സമീപത്ത് ഉണ്ടായിരുന്നവരിൽ പലരും വിട്ടുപോയി. കെട്ടുന്നതിന് വിറ്റ് കടന്നു പോവുകയേ നിവൃത്തിയുള്ളൂ എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ. ഞാൻ അവിടെ കിടക്കുമായിരുന്നു. കിടന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. പെട്ടെന്ന് ഞാൻ ചാടി അങ്ങ് എണ്ണിച്ച് പേടിച്ച് പോയി ഞാൻ. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തോ വെടി പൊട്ടുന്നിരിക്കും, പൊടുപൊടാന്ന് വരുന്നു, എന്തോ ആണെന്നൊന്നും ഒന്നും അറിയത്തില്ല, നീ അങ്ങോട്ട് ഇറങ്ങാം, നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു. വെളിയിലിറങ്ങി നോക്കിയപ്പോൾ എന്തോ അവിടെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ സിന്ധു ഇതുപോലെ വിളിച്ച് പറഞ്ഞു, അതിൻ്റെ അവിടെ ഭയങ്കര വെടി പൊട്ടി അപകടം നടന്നെന്ന് പറഞ്ഞു. വനമേഖലയോട് ചേർന്ന പ്രദേശം. ഒരു ഭാഗത്ത് വന്യജീവി ശല്യം, മറുഭാഗത്ത് നിരന്തരം പൊട്ടിക്കലുകൾ തുടരുന്ന പാറമട. സ്വൈരജീവിതം എന്തെന്ന് തന്നെ ഇവർ മറന്നുപോയിട്ടുണ്ട്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.